നമസ്കാരം, ഞാൻ ശ്രീജ. നവമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് പോർക്കും കൂർക്കയുമാണ്. ഈ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കറിയാണിത്. പോർക്കിറച്ചിയിൽ കൂർക്കയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക സ്വാദ് തന്നെയാണ്. അപ്പോൾ ഈ കറി വെക്കുന്നത് അമ്മയാണ് കേട്ടോ, പക്ഷേ ശബ്ദം എൻ്റേതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പം നമ്മളിതിലേക്കായിട്ട് 1 കിലോ പോർക്കിറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ കഴുകി വെള്ളം വാർത്തിയെടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കൂർക്ക. അതൊരു 300 ഗ്രാം കൂർക്ക എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല, കല്ലുപ്പ്, 1 ടീസ്പൂൺ ചോർക്ക, അതായത് വിനാഗിരി. ഇനി 2 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്, 1 കുടം വെളുത്തുള്ളി ചതച്ചെടുത്തിരിക്കുന്നതാണ്, ഒരു മീഡിയം കഷ്ണം ഇഞ്ചി, ഒരു 10-12 ചെറിയുള്ളി, 4 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് ആദ്യം ഈ പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനുവേണ്ടി ചീനച്ചട്ടി വെക്കുക. അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി വെളിച്ചെണ്ണയുമായിട്ട് യോജിപ്പിക്കാം. ശേഷം നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് രണ്ടും കൂടെ ചെറിയ തീയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് ചൂടായ ശേഷം നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും ഗരം മസാല ചതച്ചെടുത്തിരിക്കുന്നതും കുരുമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഏറ്റവും ചെറിയ തീയിലിട്ട് നല്ല പോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. നല്ലൊരു മണം വരും. ആ സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഈ മസാലയാണ് ഇറച്ചിയിൽ ആദ്യം പുരട്ടി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതെല്ലാം കൂടെ ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പൊടിയെല്ലാം ഇതിലേക്ക് ചേർത്ത ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളിൽ നിന്നെല്ലാം പകുതിയോളം ഭാഗം, അതായത് ചെറിയുള്ളി കുറച്ച്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് തിരുമ്മിയെടുക്കാം. നല്ല പോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ തന്നെ നല്ല പോലെ തിരുമ്മിയെടുക്കുക. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചൊർക്കയും കൂടെ ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയ ശേഷം നമുക്കിത് അരമണിക്കൂറെങ്കിലും മിനിമം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോഴാണ് കറിക്ക് നല്ല സ്വാദം ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ എടുത്തതിൽ ബാക്കി ഇത്രയുണ്ട്. നമുക്കിത് അവസാനം കറിയിൽ വഴറ്റി ചേർക്കാനുള്ളതാണ്. ഇപ്പോൾ 30 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് കുക്കറിലാണ് ഇറച്ചി വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കിത് കുക്കറിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്ലോ കുക്കിംഗ് ചെയ്തെടുക്കാം കേട്ടോ. ചീനച്ചട്ടിയിലോ വേറെ ഏതെങ്കിലും പോട്ടിലോ ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിത് എളുപ്പത്തിൽ ചെയ്യുന്ന രീതി ആയതുകൊണ്ടാണ് കുക്കറിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മൂടി വയ്ക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും സിമ്മിൽ 3 വിസിലും വരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ ഇറച്ചി 1/4 ഭാഗം വേവായി കിട്ടിയാൽ മതി. നമ്മൾ ബാക്കി കൂർക്ക ഇട്ട ശേഷമാണ് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ വിസിലെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പോൾ വിസിലെല്ലാം വന്നു. എയറെല്ലാം പോയ ശേഷം തുറന്നു നോക്കുന്നതാണ്. നമുക്കിതിൻ്റെ വേവ് ഒന്ന് നോക്കാം. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം 1/4 ഭാഗത്തോളം വേവായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കൂർക്ക ഇട്ടിട്ട ശേഷമാണ് ബാക്കി വേവിച്ചെടുക്കേണ്ടത്.
കൂർക്ക ഇതിലേക്ക് തന്നെ ഇട്ടാൽ മാത്രമാണ് കൂർക്കയ്ക്ക് നല്ലൊരു സ്വാദ് കിട്ടുള്ളൂ. ഈ പോർക്കിറച്ചിയുടെ നെയ്യും എല്ലാം കൂർക്ക വലിച്ചാലാണ് കറിക്കും ഒരു നല്ലൊരു ടേസ്റ്റ് വരിക. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കൂർക്കയും ഇട്ട ശേഷം ഒന്നും കൂടെ വേവിച്ചെടുക്കണം. ഇതിലേക്ക് മുഴുവൻ കൂർക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൂർക്കയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പം ഇതിൽ ആവശ്യത്തിന് വെള്ളവും എല്ലാം ഉണ്ട്, നെയ്യും വന്ന് നിൽപ്പുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 2 വിസിലും കൂടെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കൊടുക്കാം. ഇത് മൂടി വെച്ചു. വിസിലൊക്കെ വന്നിട്ടുണ്ട്. എയറെല്ലാം പോയി. നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ ദാ എല്ലാം നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് താളിച്ചെടുത്താൽ മതി. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്നതിൽ ബാക്കിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂപ്പിച്ച ശേഷം നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. അതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പിലയൊക്കെ കൂടി ചേർക്കുന്നത് കറിക്ക് നല്ല സ്വാദ് കൊടുക്കും കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, സവാളയ്ക്ക് ആവശ്യമുള്ളത്. വേഗം മുരിഞ്ഞും വരും. ഇതിലേക്ക് നമ്മുടെ ബാക്കിയുള്ള ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ വാടി ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ദാ ഇപ്പം ഇവിടെ നല്ലപോലെ വന്നിട്ടുണ്ട്, സവാള എല്ലാം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കറി തയ്യാറാക്കിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഇറച്ചി വേവിക്കുമ്പം അധികം നെയ്യ് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് നെയ്യ് നിങ്ങൾക്ക് അതിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടോ. മുഴുവനും നെയ്യും കറിയിലേക്ക് ചേർക്കണം എന്നില്ല. ചിലപ്പം അങ്ങനെ അത്ര അധികം നെയ്യ് ഉണ്ടെങ്കിൽ കറി പെട്ടെന്ന് മട്ടിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ കറി നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്, ഒന്ന് കുറുകിയും വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി സൂപ്പറായിട്ടുള്ള കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ പലർക്കും ഈ കറി അറിയാമായിരിക്കും, പക്ഷെ ഞങ്ങളുടെ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും, അതും കൂടെ മറക്കാതെ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.